ആഗോള ശക്തികൾക്കിടയിൽ നിന്നുകൊണ്ട് രാജ്യങ്ങളെ തമ്മിൽ തല്ലിച്ച് അവരുടെ ചോര കുടിക്കുന്ന രീതിയാണ് അമേരിക്കയുടേത് എന്ന കാര്യം പലരും പറയാതെ പറയുന്നുണ്ട്. രാജ്യങ്ങൾക്ക് ഒരു ഭാഗത്തുനിന്ന് പിന്തുണയും മറുഭാഗത്തുനിന്ന് അവരെ ചവിട്ടിത്താഴ്ത്തുകയും ചെയ്യുന്ന നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ലോകശക്തികളെ ഒന്നിച്ചു നിർത്തി അമേരിക്ക പാക്ട് സിലിക്ക പ്രഖ്യാപിച്ചത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ആഗോള സെമി കണ്ടക്ടർ ശൃംഖലയാണ് പാക്ട് സിലിക്ക. സെമി കണ്ടക്ടർ നിർമ്മാണം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അടിസ്ഥാന സൗകര്യങ്ങൾ, സിലിക്കൺ വിതരണ ശൃംഖല എന്നിവയിൽ മുന്നേറ്റമുണ്ടാക്കാനായി അമേരിക്ക രൂപീകരിച്ച തന്ത്രപ്രധാനമായ സഖ്യമാണിത്. സാങ്കേതിക സംവിധാനങ്ങളിലെ വികസനമാണ് പ്രഖ്യാപിത ലക്ഷ്യമെങ്കിലും ചൈനയുടെ കുത്തക തകർക്കലാണ് പരോക്ഷമായ ഉദ്ദേശം. ഡിസംബർ 12-നാണ് സഖ്യം പ്രഖ്യാപിച്ചത്. അമേരിക്കയ്ക്ക് പുറമെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ, നെതർലൻഡ്സ്, UK, ഇസ്രായേൽ, ഓസ്ട്രേലിയ എന്നിവരാണ് അംഗരാജ്യങ്ങൾ. പക്ഷേ അവിടെ ഇന്ത്യക്ക് നിരാശയായിരുന്നു ഫലം. രാജ്യത്തിന്റെ സാങ്കേതിക മുന്നേറ്റത്തിന് കരുത്തേകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും 9 രാഷ്ട്രങ്ങൾ ചേർന്ന സഖ്യത്തിൽ ഇന്ത്യയുടെ പേര് ഉയർന്നു കേട്ടില്ല. എന്നാൽ പാക്ട് സിലിക്ക പ്രഖ്യാപിച്ച് ഒരു മാസം പിന്നിടുമ്പോൾ അതല്ല സ്ഥിതി. ആഗോള സെമി കണ്ടക്ടർ വ്യാപാരത്തിൽ ചിപ്പ് യുദ്ധത്തിൽ മുൻപന്തിയിലെത്തണമെങ്കിൽ ഇന്ത്യക്ക് കൈകൊടുക്കാതെ പറ്റില്ലെന്ന് വമ്പന്മാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പാക്ട് സിലിക്കയിലേക്ക് ഇന്ത്യയെ ക്ഷണിക്കുകയും ചെയ്തു. ലോക വ്യാപാര ക്രമങ്ങളെ നിശ്ചയിക്കുന്ന ഏത് സഖ്യത്തിലും ഇന്ത്യ നിർണായക ശക്തിയാണെന്ന് സാധൂകരിക്കുന്നതാണ് അമേരിക്കയുടെ ഈ തീരുമാനം. ഇന്ത്യയുമായുള്ള കരാർ അത്ര എളുപ്പമല്ലെങ്കിലും അത് പൂർത്തിയാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബദ്ധരാണെന്ന ഇന്ത്യയിലെ നിയുക്ത US അംബാസിഡർ സെർജിയോ ഗോർ നടത്തിയ പ്രതികരണം ഇന്ത്യയുടെ പ്രാധാന്യത്തിന് അടിവരയിടുകയും ചെയ്യുന്നു. പാക്ട് സിലിക്കയുടെ സ്ഥാപക അംഗങ്ങളിൽ ഇന്ത്യ ഉൾപ്പെട്ടിരുന്നില്ല. സെമി കണ്ടക്ടർ നിർമ്മാണത്തിലുള്ള ഇന്ത്യയുടെ കുറഞ്ഞ പങ്കാളിത്തം, വിതരണ ശൃംഖലയിലെ ഇന്ത്യയുടെ ദൗർബല്യങ്ങൾ എന്നിവ ചൂണ്ടിക്കാട്ടിയാണ് ഈ സഖ്യത്തിൽ നിന്ന് ഇന്ത്യയെ മാറ്റി നിർത്തിയത്. ഡേറ്റ കൈമാറ്റം സംബന്ധിച്ച ഇന്ത്യക്കുള്ള നിയമങ്ങൾ, ബൗദ്ധിക സ്വത്തിന്മേലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ, കയറ്റുമതി നിയന്ത്രണങ്ങൾ എന്നിവയും ഇന്ത്യ ഇതിൽ നിന്നും ഒഴിവാക്കാൻ കാരണമായിരുന്നു. മാത്രമല്ല, അടുത്തിടെ ഉണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഇന്ത്യ സ്വീകരിച്ച റഷ്യൻ അനുകൂല നിലപാടും ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന ജപ്പാൻ, ദക്ഷിണ കൊറിയ, സിംഗപ്പൂർ, നെതർലാൻഡ്സ്, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലാണ് തുടക്കത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. രണ്ടാം ഘട്ടത്തിൽ സെമി കണ്ടക്ടർ വിതരണ ശൃംഖലയിൽ താഴെത്തട്ടിലുള്ള രാജ്യങ്ങളെ കൂടി ചേർത്ത് സഖ്യം വിപുലീകരിക്കാനായിരുന്നു തീരുമാനിച്ചിരുന്നത് എന്നായിരുന്നു അമേരിക്ക ഇതിന് ഔദ്യോഗിക വിശദീകരണം നൽകിയത്. നൂതന ചിപ്പുകളുടെ നിർമ്മാണം, നിർണായക ധാതു സംസ്കരണം എന്നിവയിൽ ഇന്ത്യയുടെ കഴിവുകൾ പരിമിതമാണെന്നും അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര പ്രശ്നങ്ങളുമായോ രാഷ്ട്രീയവുമായോ ഇതിന് ബന്ധമുണ്ടെന്ന നിഗമനങ്ങളെ അമേരിക്ക തള്ളിക്കളഞ്ഞിരുന്നു. ഇന്ത്യയുമായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അണ്ടർ സെക്രട്ടറി ജേക്കബ് ഹെൽബർഗ് വ്യക്തമാക്കിയിരുന്നു. അതേസമയം ചൈനയുടെ കാര്യത്തിലും അമേരിക്കയുടെ ഇരട്ട നയം വ്യക്തമാക്കിയിരുന്നു. ഒരു ഭാഗത്ത് ചൈനയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ച് മുന്നോട്ടു പോകുമ്പോൾ മറുഭാഗത്തു നിന്നും ചൈനയെ കുത്തുന്ന നിലപാടാണ്. ചിപ്പ് രൂപകൽപ്പനയിൽ ആധിപത്യം പുലർത്തുന്ന ചൈനയെ ഈ സഖ്യത്തിലേക്ക് ക്ഷണിച്ചിട്ടേയില്ല. സിലിക്കൺ ശുദ്ധീകരണത്തിന്റെ 90%-ലധികം ശേഷി കൈവശം വയ്ക്കുന്ന രാജ്യമാണ് ചൈന. ഈ ആധിപത്യം തകർക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യമാണ്. ഡേറ്റ മോഷണം, സാങ്കേതിക വിദ്യയുടെ അട്ടിമറി എന്നിവയിലൂടെ ദേശീയ സുരക്ഷാ ഭീഷണികൾ ഉയർത്തുന്നതും പാക്ട് സിലിക്കയിൽ നിന്നും ചൈനയെ ബോധപൂർവം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചിട്ടുണ്ട്. ചുരുക്കത്തിൽ ചൈനയെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ബദൽ ആഗോള ചിപ്പ് വിപണി നിർമ്മിക്കുക എന്നതാണ് പാക്ട് സിലിക്കയുടെ പ്രധാന ലക്ഷ്യം. അവിടെ ഇന്ത്യ ഒരു സുരക്ഷിതമായ ബദലായി മാറുന്നു. ഇത് വെറുമൊരു സാങ്കേതിക കരാർ മാത്രമല്ല, മറിച്ച് വരും കാലത്തെ ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ ഇന്ത്യയെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റാനുള്ള തന്ത്രപരമായ നീക്കം കൂടിയാണെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.